വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. സദ്യയിലെ ഒരു പ്രധാന തൊടുകറിയാണ് പൈനാപ്പിൾ മധുര പച്ചടി. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പൈനാപ്പിളും അതേപോലെ തന്നെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ എടുത്തിരിക്കുന്നത്, ഏത്തപ്പഴവും നന്നായിട്ട് പഴുത്താണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ പൈനാപ്പിൾ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ മുള്ളും അതേപോലെ തന്നെ മൂക്കൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഒരു പാനിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറുതാക്കി അരിഞ്ഞ ഏത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒപ്പം 3/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനിത് വേവാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പച്ചടിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ ഒരു പച്ചടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതിന്റെ അടപ്പൊക്കെ ഒന്ന് തുറന്നു നോക്കാം, എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. പൈനാപ്പിളും ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തവി വെച്ചിട്ട് പൈനാപ്പിൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതൊന്ന് ഉടഞ്ഞു കിട്ടിയാലാണ് ഈ പച്ചടിക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഇത് മധുര പച്ചടിയാണല്ലോ, അപ്പൊ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. പൈനാപ്പിൾ നല്ല മധുരമുള്ള ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു മിക്സി ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു മിക്സ് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള തേങ്ങയും കടുകും കൂടിയിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ പൈനാപ്പിൾ പച്ചടിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ തേങ്ങയും കടുകും കൂടിയിട്ടുള്ള അരപ്പാണ്. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക. ഒട്ടും കേടാവുകയില്ല. അതാണ് ഈ പച്ചടിയുടെ പ്രത്യേകത. നമുക്കിത് 1 മിനിറ്റ് ഒന്ന് ചെറുതീയിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് താളിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താളിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി തുടച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അത് കാരണമാണ് ചേർത്ത് കൊടുക്കാത്തത്. അതുകൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് പച്ചടിക്ക് ഉണ്ടാവുക. ഇത് കുറച്ച് ദിവസം കേടാവാതിരിക്കുന്ന കറിയാണ്. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് കാരണം ഒരു ദിവസം പോലെ എക്സ്ട്രാ നമ്മുടെ വീട്ടിൽ ഇരിക്കില്ല എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.